അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പുട്ടുണ്ടാക്കാം കേട്ടോ. അത് നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. ഉണ്ടാക്കി കഴിക്കാനായിട്ട് നമുക്ക് കൂടുതൽ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇടയത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതൊന്നോ രണ്ടോ കഷ്ണം കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയും കിട്ടും, അടിപൊളി ടേസ്റ്റുമാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെ വയറ് ഒരുപാട് നിറഞ്ഞ ടെൻഡൻസി ഉണ്ടാവില്ല, വയറ് കാലിയായ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ നല്ലൊരു എനർജി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചില ആളുകൾ ഇതിന് പഴം കൂട്ടിയോ, ഇത് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പഴമോ ചേർത്ത് കഴിക്കാം. നല്ല ചൂടുള്ള ബീഫ് കറിയുടെ കൂടെയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റും പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീണ്ടും വീണ്ടും പറയണം, കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം, പച്ചവെള്ളം കേട്ടോ, അതൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ആ വെള്ളം പൊടിയൊക്കെ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് എന്നാണെന്നറിയോ, ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ. പഞ്ചസാരയും നെയ്യും തേങ്ങയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ എടുക്കേണ്ടത് ബീറ്റ്റൂട്ടാണ് കേട്ടോ. ബീറ്റ്റൂട്ടാണെങ്കിൽ നല്ല കളർഫുൾ ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കാൻ പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റോ ബീറ്റ്റൂട്ടോ ചേർക്കാം കേട്ടോ. ഈ ബീറ്റ്റൂട്ടോ ക്യാരറ്റോ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രൈ പാനിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പൊടിയിലേക്ക് ചേർക്കാം കേട്ടോ. തേങ്ങ എല്ലാം കൂടി ചേർത്ത് ഈ പൊടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പൊടിയിലേക്ക് എല്ലാം കൂടി ജോയിൻ്റ് ആകും. നെയ്യും പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടി ജോയിൻ്റായി അടിപൊളിയായിട്ടുള്ള പുട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ. പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയിലോ എന്തിൽ വേണമെങ്കിൽ ചുട്ട് നമുക്ക് ആവിയേറ്റെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തോ അല്ലെങ്കിൽ പഴം ചേർത്തൊക്കെ കഴിക്കാൻ പറ്റിയത്. വയസ്സായവർക്കും പിള്ളേർക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. വയസ്സായവർക്കൊക്കെ കൊടുത്താൽ പെട്ടെന്ന് ദഹിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. പുട്ട് തിന്നാൻ മടിയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാനും ഉണ്ടാക്കാനും മടിയില്ലാതെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റാണ്. ഒന്നുകൂടി പറയുന്നത്, എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.